നമസ്കാരം, ഞാൻ പാലക്കാടാണ് കേട്ടോ. അപ്പോൾ ഉള്ളത് നല്ല അടിപൊളി മഴയാണ്, ചെറുതായി ചാറ്റുള്ളൂ. ഞാൻ വെളിക്കിറങ്ങി നിൽക്കുന്നത് പാലക്കാട് കട്ടൻസ് ദിലീപ് നാദുഷ അവർ നടത്തുന്നത് അതിൻ്റെ കട്ടൻസിൻ്റെ ഇതിലാണ് ഉള്ളത്. നമ്മളൊരു ചെറിയ ഫുഡ് മേടിക്കാൻ കഴിക്കുന്നില്ല, പാർസൽ മേടിക്കാൻ വേണ്ടി വന്നാണ്. അടിപൊളിയായിട്ട് നല്ല ഫുഡ് കിട്ടുമെന്ന് പറഞ്ഞില്ല, അപ്പോൾ അതൊന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി വന്നാണ്. അപ്പോൾ അത് കഴിച്ചിട്ട് അതിൻ്റെ റിവ്യൂ ഒന്ന് പറഞ്ഞു തരാം കേട്ടോ. വേണ്ട, പാലക്കാട് നിന്ന് മലമ്പുഴ പോകുന്ന റൂട്ടിലാണ് ഇത് ഉള്ളത്, കട്ടൻസ് കണ്ടില്ലേ. ഞങ്ങളുടെ സുഹൃത്ത് മനുവാണത്, അവൻ ബീഫ് മേടിച്ചിട്ട് വരുന്നുണ്ട്. ആ ബീഫ് നമുക്കൊന്ന് കഴിച്ചിട്ട് നമുക്ക് നോക്കാം. ഞങ്ങൾ നല്ല കാറിൽ കയറി കഴിക്കും. നല്ല മഴയാണ്, അവിടെ തിരക്കുണ്ട്, അപ്പോൾ അതുകൊണ്ടാണ് ഇതാക്കി. ഇതൊരു ചെറിയൊരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ. ഇത് പാലക്കാടാണ്, കട്ടൻസ് എന്ന് പറയും. ദിലീപ് നാദുഷ നടത്തുന്ന ഹോട്ടലാണ്. ഇതിഹാസം എന്ന് പറയുന്ന ബസ് ഇതെല്ലാം നടത്തുന്നത് പാലക്കാടാണ്, മലമ്പുഴ റൂട്ടിലാണ്. ചന്ദനാർന്ന് വന്നിട്ട് മലമ്പുഴ റൂട്ടിലാണ് വരുന്നത് കട്ടൻസ് എന്ന സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത്. അത് നമ്മൾ അവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നതാണ്. കുറെ ആയി ഇത് തുടങ്ങിയിട്ട് ഫുഡ് കഴിക്കണം എന്ന് വിചാരിച്ചു. അപ്പോൾ വന്നപ്പോൾ നല്ല തിരക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമ്മളൊരു ബീഫ് ഫ്രൈ പറഞ്ഞു, അതിന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാറുണ്ട്. ഇതാണ്ടോ പാലക്കാട്ട് നിന്ന് പാലക്കാട് മലമ്പുഴ ഹൈവേ ആണ് ഇത്. പാലക്കാട്ടിൽ നിന്ന് വരുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ട് ഈ കട്ടൻസ് എന്ന് പറയുന്ന കട സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമ്മളൊരു ബീഫ് ഫ്രൈ പറഞ്ഞിട്ട് അതിൽ ഒന്ന് കഴിച്ചിട്ട് പറയാം. ഇതുണ്ടോ, കഴിച്ചിട്ട് പറയാനില്ല, ഇത് കണ്ടോ, ഇത് കണ്ടപ്പോൾ തന്നെ ക്വാണ്ടിറ്റി കുറവാണ്. ഈ ഒരു ബീഫ് ഫ്രൈക്ക് ചാർജ് ഈടാക്കുന്നത് 180 രൂപയാണ് അവർ ചാർജ് ഈടാക്കി ഇറക്കുന്നത്. പക്ഷെ ക്വാണ്ടിറ്റി കുറവാണ്. ഇനി ടേസ്റ്റ് ഉണ്ടോ എന്താണെന്ന് നമുക്കൊന്ന് എടുത്ത് കഴിച്ചൊന്ന് നോക്കാം. കഴിച്ച് നോക്കിയിട്ട് നമുക്ക് അതിൻ്റെ ഒന്ന് പറയാം. എന്താ വെച്ച് കഴിഞ്ഞാൽ വളരെ കുറവാണ് ക്വാണ്ടിറ്റി. എനിക്ക് കഴിച്ചപ്പോഴും എനിക്ക് വലിയ ടേസ്റ്റ് തോന്നിയില്ല, വളരെ ഒരു നഷ്ടമായിട്ടാണ് തോന്നി. ഇത്രയും ഒരു ചെറിയൊരു ഇതിൽ 180 രൂപ കൊടുത്തത്. എന്റെ കൂടെയുള്ള സുഹൃത്തുക്കൾ കഴിച്ചു, അവരും പറഞ്ഞത് അതാണ്. ടേസ്റ്റ് ഉണ്ടെങ്കിൽ പിന്നെയും കുഴപ്പമില്ലായിരുന്നു. ഇത് ടേസ്റ്റും ഇല്ല, ക്വാണ്ടിറ്റി കുറവുമാണ്. നിങ്ങൾ ഇവിടെ കയറി കഴിച്ചിട്ടുണ്ടാവുക, ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും കഴിച്ചിട്ടുണ്ടാവുക. അപ്പൊ കഴിച്ചതിന്റെ ഫീഡ്ബാക്ക് എന്താണെന്ന് വെച്ചാൽ നിങ്ങളൊന്ന് പറയണം. എന്താ വെച്ചാൽ നമുക്ക് വേറെ ഫുഡൊന്നും കിട്ടിയില്ല, അപ്പോൾ തിരക്കായതുകൊണ്ട് ഞങ്ങൾ ബീഫ് ഫ്രൈ പഠിച്ചു. അതിലാണ് നമുക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായത്. അപ്പൊ നിങ്ങൾ അവിടെ കയറി കഴിച്ച വ്യക്തിയാണോ അല്ലെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊന്ന് അതിന്റെ അഭിപ്രായം ഒന്ന് പറയണം കേട്ടോ. അപ്പൊ ഇതേപോലെയുള്ള വീഡിയോ ആയിട്ട് നമ്മൾ ഇനിയും വരുന്നതായിരിക്കും. അപ്പൊ നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെന്ന് പറയണം. നിങ്ങൾ നേരത്തെ അവിടെ പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഫീഡ്ബാക്ക് കാര്യങ്ങളൊക്കെ എല്ലാം പറയുക. അപ്പോൾ ഇതേപോലെ ഒരു നല്ലൊരു വീഡിയോ കാണുന്നതായിരിക്കും. താങ്ക് യു.